കൊണ്ട് തന്നെയാണ് അവരുടെ വാദങ്ങൾ ഉന്നയിച്ചത്. വളരെ രണ്ടു കൂട്ടരും നന്നായിട്ട് അവരവരുടെ പരമാവധി യുക്തി അതിലുപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ പറ്റി പറയുമ്പോൾ മഹാത്മാഗാന്ധി അർജുനപക്ഷപാതി ആയിട്ടാണ് ആദ്യത്തെ വെച്ചാൽ ആശങ്കകൾ ഉന്നയിക്കുന്ന അർജുനൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും മഹാത്മാഗാന്ധി തൻ്റെ സംശയങ്ങളൊക്കെ തൻ്റെ ഈ അഹിംസാ സിദ്ധാന്തത്തെ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ അതേ മഹാത്മാഗാന്ധി ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളമാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പൊരുതുന്നതിൽ ബഹുഭൂരിപക്ഷവും. അവരോട് പറഞ്ഞത് നിങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാനാണ്, യുദ്ധം ചെയ്യാൻ. അവിടെ മഹാത്മാഗാന്ധി തന്നെ യുദ്ധം ചെയ്യാൻ അവരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരുന്നു, ഇന്ത്യൻ പട്ടാളം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാർക്ക് വൈദേശിക ശക്തിക്കെതിരെ പൊരുതേണ്ടവരാണ്. അവരെ ഉപയോഗിച്ചതാരാ? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യക്കാരായ ഇന്ത്യയുടെ ദേശത്തെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടതായ സംരക്ഷിക്കേണ്ടവരായ ആൾക്കാരെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കെതിരെ തന്നെ ഉപയോഗിച്ചു, യുദ്ധം ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഒരു ഗതികേടുണ്ടായി. അപ്പോൾ യുദ്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഈ അഹിംസ എന്ന് പറയുന്നത് രണ്ട് പക്ഷത്തും ധർമ്മമുള്ള സ്ഥലത്തെ ഈ അഹിംസയൊക്കെ നിലനിൽക്കുള്ളൂ. ലോകമുണ്ടായ ദേവാസുര യുദ്ധം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ യുദ്ധങ്ങളുടെ കാലഘട്ടം, ഇപ്പോഴും യുദ്ധങ്ങളുടെ കാലഘട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ യുദ്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ ധർമ്മപക്ഷം ഉണ്ടാവും, അധർമ്മപക്ഷം ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. ധർമ്മം വിജയിക്കേണ്ടതൊരാവശ്യമാണ്. പക്ഷേ ഭഗവത്ഗീതയുടെ സന്ദേശം, ആത്യന്തികമായ സന്ദേശം, മഹാഭാരതത്തിൻ്റെ സന്ദേശം ശാന്തിയും സമാധാനവും തന്നെയാണ്. പക്ഷേ യുദ്ധത്തിന് ശേഷം ജനങ്ങളിവിടെ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമി മരിക്കാതെ ഇരിക്കണമെങ്കിൽ ധർമ്മം നിലനിന്നേ പറ്റൂ. അതാണ് ഭഗവാൻ ധർമ്മത്തിനു വേണ്ടി യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത്.